നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്യൻ സീസൺ ഓപ്പണർ എന്ന് വിശേഷിപ്പിക്കാവുന്ന യുവേഫ സൂപ്പർ കപ്പ് മത്സരം നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റന്നാൾ പുലർച്ചെ 12:30 റെഡ് ബുൾ അറീന സാൽസ്ബർഗിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ആസ്റ്റൺ വില്ലയും PSG നേർക്ക് നേർ. UCL ചാമ്പ്യന്മാരായ PSG, യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരായ ആസ്റ്റൺ വില്ല പരസ്പരം ഏറ്റുമുട്ടുന്ന മത്സരം ഒരു തീപറക്കുന്ന മത്സരമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുമ്പോൾ മത്സരം നിയന്ത്രിക്കുന്നത് ഒമർ ആർട്ടനാണ്. യെസ്, ആദ്യമായിട്ട് സൂപ്പർ കപ്പിലൊരു നോൺ യൂറോപ്യൻ റഫറി മത്സരം നിയന്ത്രിക്കുന്നു. ഈ റഫറി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് സൊമാലി റഫറി തന്നെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് എല്ലാം ഓക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടും US വിസ നിഷേധിച്ചു. അദ്ദേഹത്തിന് റഫറി നടത്താൻ പറ്റിയില്ല, തിരികെ പോന്നു. അന്ന് വലിയ വിവാദമായ സംഭവ വികാസമായിരുന്നു അത്. അന്ന് തന്നെ യുവേഫ പറഞ്ഞതാണ്, സൂപ്പർ കപ്പിൽ ഞങ്ങൾ ഈ റഫറിയെ കൊണ്ട് ഒഫീഷ്യേറ്റ് ചെയ്യിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഫിഫയുമായിട്ട് കട്ടക്ക് നേർക്ക് നേർ നിൽക്കുകയാണ് യുവേഫ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. യുവേഫ വീണ്ടും ഒഫീഷ്യലി അറിയിക്കുന്നു, ഡോണ്ട് എവർ സ്റ്റോപ്പ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രം സൊമാലിയ ടു ദി യുവേഫ സൂപ്പർ കപ്പ് ഒമർ ആർട്ടൻ കണ്ടിന്യൂസ് ടു ബ്രേക്ക് ന്യൂ ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങൾ അറിയിക്കുന്നു. ആദ്യത്തെ നോൺ യൂറോപ്യൻ റഫറിയാണ് സൂപ്പർ കപ്പ് മത്സരത്തിനായിട്ട് ഇപ്പോൾ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒമർ അദ്ദേഹത്തിൻ്റെ അംബീഷൻ, അദ്ദേഹത്തിൻ്റെ ബിലീഫ്, അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, ഇതെല്ലാം നമ്മളെ എവിടെയും എത്തിക്കുമെന്നുള്ളത് തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് വരുന്നു, ഐ വാസ് ലക്കി ബട്ട് ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് ടു ബി ഹിയർ ആൻഡ് ഐ ആം റിയലി പ്രൗഡ് എന്ന് ഒമർ ആർട്ടൻ തന്നെ പറയുന്നു. 34-കാരനായിട്ടുള്ള റഫറി, സ്റ്റിൽ ഓൺലി 34, അദ്ദേഹമാണ് ഈ ഒരു സൂപ്പർ കപ്പ് മത്സരം നിയന്ത്രിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 18 മാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നല്ല. വലിയ നേട്ടങ്ങൾ, ഒടുവിൽ വലിയ ഡിസപ്പോയിൻമെൻറ്റ്. അദ്ദേഹം സൊമാലിക്കാരനായിട്ടുള്ള റഫറിയാണ്. CAF-ൻ്റെ കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ദി ഫുട്ബോൾ, CAF-ൻ്റെ മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കുന്നയാളാണ്. CAF ചാമ്പ്യൻസ് ലീഗ് അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് 2025 മികച്ച റഫറിക്കുള്ള പുരസ്കാരവും CAF കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ തുടർന്നാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് ആ ഒരു സെലക്ഷൻ ലഭിക്കുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ഏതായാലും യുവേഫ അദ്ദേഹത്തെ സൂപ്പർ കപ്പ് നിയന്ത്രിക്കാൻ ഏൽപ്പിക്കുന്നു. ഇത് ചരിത്ര സംഭവമാണ്. ആദ്യത്തെ നോൺ യൂറോപ്യൻ റഫറി. അദ്ദേഹത്തെ കൂടാതെ ഈ മത്സരത്തിൻ്റെ ഒഫീഷ്യൽസ് യൂറോപ്പിൽ നിന്ന് പുറത്തുള്ളവർ വേറെയുമുണ്ട്. റഫറി ഒമർ ആർട്ടൻ സൊമാലിയ, അസിസ്റ്റൻ്റ് റഫറിമാരായിട്ടുള്ളത് ലിബാൻ അബ്ദുൾ റസാഖ് അഹമ്മദ്, ജിബൂട്ടിക്കാരനാണ്. അതോടൊപ്പം തന്നെ സ്റ്റീഫൻ എലീസറാണ്. എലീസർ ഒയാങ്കോ ഇയിംബെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം കെനിയക്കാരനാണ്. ഫോർത്ത് ഒഫീഷ്യലായിട്ടുള്ളത് റാഡെ ഒബ്രനോവിച്ച് ആണ്, സ്ലൊവേനിയക്കാരനാണ്. വാറായിട്ടുള്ളത് മാർക്കോ ഡി ബെല്ലോയാണ്, ഇറ്റലിക്കാരനാണ്. പിന്നെ അസിസ്റ്റൻ്റ് വാറായിട്ടുള്ള ഗുയർമോ കുവാഡ്ര ഫെർണാണ്ടസ്, സ്പെയിനുകാരൻ. അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന 3 പേര്, റഫറിയും 2 അസിസ്റ്റൻ്റുമാരും ആഫ്രിക്കക്കാരാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.